Hi, welcome all of you to the next class of our professional business skills. And today we are going to discuss the professionalism in communication. We know that communication that has an important role in our daily life. We talk to our family members, friends, and communicate with others. Especially during this corona time, we communicate with others with the help of phone, WhatsApp, and other social medias. And in personal communication, that means our interaction with our family members, friends, that is very extremely intense and very close communication. But in a professional or the business communication, that involves interaction with a lot of person. Some may be some persons very close to us and others not. അല്ലേ, ഒരു ബിസിനസ് വേൾഡിലാവുമ്പോൾ നമുക്ക് ഫാമിലിയിലോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയല്ല. ബിസിനസ് വേൾഡിലാവുമ്പോൾ നമുക്ക് അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് വളരെ ക്ലോസ് ആണ്. നമ്മളുടെ സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. പക്ഷെ ഒരു പ്രൊഫഷണൽ വേൾഡ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വേൾഡിൽ എത്തുമ്പോൾ ഒരു ബിസിനസ് മേഖലയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സം പേഴ്സൺസ് ആർ വെരി ക്ലോസ് ടു അസ്. അല്ലേ, കുറേ പേര് നമ്മൾ അറിയുന്നവരുണ്ടാവും. സം മേ ബി വെരി സ്ട്രേഞ്ചേഴ്സ് ടു അസ്. അല്ലേ, പലരും നമ്മളുമായിട്ട് ഒരു പരിചയമില്ലാത്തവരാകും. അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രൊഫഷണൽ ആവുന്നത്, ഒരു പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ നന്നായി സംസാരിക്കാം, ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് അബൌട്ട് passing information from one person to another person. അല്ലേ, എപ്പോഴും എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൺ പേഴ്സൺ പാസിങ് സം ഇൻഫോർമേഷൻ ടു അതർ ഓർ സം ഐഡിയാസ് ടു അതേഴ്സ്. നൗ ഐ ആം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യു. അല്ലേ, ഞാനിപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രൂ സം റെക്കോർഡഡ് വേർഡ്സ്. അല്ലേ, കുറച്ച് റെക്കോർഡ് ചെയ്ത വേർഡ്സിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത്, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഐ ആം ദി സെൻറ്റർ ഓഫ് ദാറ്റ് മെസ്സേജ് ആൻഡ് യു ഓൾ ആർ ദി റിസീവേഴ്സ് ഓഫ് ദാറ്റ് മെസ്സേജ്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് വേയ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. അല്ലേ, നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്, ഒരുപാട് വഴികളുണ്ട്. ദാറ്റ് മേ ബി വെർബൽ ഓർ നോൺ വെർബൽ. എന്തൊക്കെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേർഡ്സ്. ദാറ്റ് മേ ബി ഓറൽ ത്രൂ സ്പോക്കൺ വേർഡ്സ് ഓർ റിട്ടൺ വേർഡ്സ്. അപ്പോൾ സ്പോക്കൺ ആവാം, റിട്ടൺ ആവാം. ബട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് മീൻസ് ബോഡി ലാംഗ്വേജ്, the facial expressions, gestures means the actions of our hands and other thing. facial expressions എല്ലാം gestures എന്ന് നമ്മുടെ ആക്ഷൻസ് എന്നൊക്കെ പറയാം. ദെൻ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ ശരീരഭാഷയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളോടൊരു കാര്യം സംസാരിക്കുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞ് അതാണ് 65% നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വെർബലാണെങ്കിൽ 35. ആ പിക്ചറിൽ കണ്ടല്ലോ, ഇതെപ്പോഴും നമ്മളെ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ അതിനേക്കാളും വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നോൺ വെർബൽ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഒരാൾ ചിലപ്പോൾ നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ ചിലപ്പോൾ മുഖത്തെ ഭാവം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലായിരിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇഷ്ടമല്ല. ചിലപ്പോൾ സംസാരിക്കുന്നതിൽ അങ്ങനെ ഉണ്ടാവില്ല, പക്ഷേ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് ജസ്റ്റ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേർഡ്സ്, that is also with the help of our body language, facial expression, gestures. That is non-verbal communication. So communication may be verbal or non-verbal communication. And what is verbal communication? Verbal communication has an important role in the business world. Verbal communication means communication done with the help of spoken words or written words. That is has an important role within an organization. In an organization, there are personal discussions, staff meeting, telephone calls, there are a lot of business presentations. All are verbal communication. And verbal communication we can once again verbal communication. So verbal communication just meaning verbal communication is the use of spoken words to share information with other people, and it includes spoken or
written communication and verbal communication we can again categorize it into interpersonal communication and public speaking. What is interpersonal communication? Interpersonal communication means a person communicate with another person. That's interpersonal communication. രണ്ട് പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർപേഴ്സണൽ, ഒരു വ്യക്തി വേറൊരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ബട്ട് വാട്ട് ഈസ് പബ്ലിക് സ്പീക്കിംഗ്? ദാറ്റ് മീൻസ് എ പേഴ്സൺ പ്രസൻറ്റിംഗ് ഓർ സ്പീക്കിംഗ് സംതിങ് ബിഫോർ എ ഹ്യൂജ് ഓഡിയൻസ്, എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, അല്ലേ? കുറേ ആളുകളുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പബ്ലിക് സ്പീക്കിംഗ്. എപ്പോഴും പബ്ലിക് സ്പീക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് എബൌട്ട് ദി ഓഡിയൻസ്, അല്ലേ? ഓഡിയൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ബേസിലായിരിക്കണം. സംടൈംസ് ദ ഓഡിയൻസ് മേ ബി educated people, sometimes it may be non educated people. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിളാണോ, അൺഎഡ്യൂക്കേറ്റഡ് ആണോ, കുട്ടികളാണോ, പ്രായമായവരാണോ, ഓരോ ഓഡിയൻസിനനുസരിച്ചായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ അറിവ് അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യം മറ്റുള്ളവർക്ക് പാസ് ചെയ്യുന്നതല്ല കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ബിസിനസ് വേൾഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പബ്ലിക് സ്പീക്കിംഗ്. നമുക്കറിയാം, ഒരുപാട് നല്ല പബ്ലിക് സ്പീക്കേഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പബ്ലിക് സ്പീക്കേഴ്സ് ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് നിങ്ങൾ അവർ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, എന്താണ് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ ഓറൽ ഓർ വെർബൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് വി യൂസ്ഡ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഇൻക്ലൂഡ്സ് പേഴ്സണൽ ഡിസ്കഷൻസ്, സ്റ്റാഫ് മീറ്റിംഗ്സ്, ടെലിഫോൺ കോൺവെർസേഷൻസ്, formal and informal conversations and presentation. So this is verbal communication. And next we are going to discuss about digital communication. Now what is digital communication? It means the transfer of information using digital devices. അല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? നൗ വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ബൈ യൂസ് ഓഫ് ഡിജിറ്റൽ ഡിവൈസസ്, അല്ലേ? യൂട്യൂബിലൂടെയും റെക്കോർഡർ ക്ലാസ്സും വാട്സപ്പും ഒക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. So digital communication that is evolving very fast and it will require serious effort by professionals to keep up with the opportunities and how to use them effectively in their professions. എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രൊഫഷണൽസ് എപ്പോഴും ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. കാരണം അത് വളരെയധികം ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ മസ്റ്റ് ടേക്ക് എ സീരിയസ് എഫേർട്ട് to find out the opportunities of this digital communication. അത് എങ്ങനെ, how to use effectively in their പ്രൊഫഷണൽ ലൈഫിൽ എങ്ങനെ അത് നന്നായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കണം. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ഏതൊക്കെയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്? സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഇമെയിലിംഗ്, ബ്ലോഗിങ്, ടെക്സ്റ്റിംഗ്, ടെലികോൺഫറൻസിങ്, ഇൻ്റർനെറ്റ് കോൺഫറൻസിങ്. ഇന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് സോഷ്യൽ മീഡിയാസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ പറയാവുന്നതേ ഉള്ളൂ. സോ എവറി പ്രൊഫഷണൽ മസ്റ്റ് ലേൺ വാട്ട് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇസ് മോസ്റ്റ് എഫക്റ്റീവ് ഫോർ ഹിം. അപ്പോൾ ഓരോ പ്രൊഫഷണലും മനസ്സിലാക്കേണ്ട കാര്യം ഒരു ബിസിനസ് വേൾഡിൽ വിച്ച് വൺ ദാറ്റ് ഈസ് ബെറ്റർ ഫോർ ഹിം, ബെറ്റർ ഫോർ ദെയർ ബിസിനസ്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം. അപ്പോൾ പല മീഡിയാസ് ഉണ്ട്, ഏതാണ് എഫക്റ്റീവ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ക്ലാസ് എടുക്കാൻ. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സൂം എഫക്റ്റീവ് അല്ല, എല്ലാവർക്കും എത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളത് മാറ്റിയത്. പലർക്കും പക്ഷേ അത് വളരെ എഫക്റ്റീവായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാവർക്കും എഫക്റ്റീവ് എന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിലൊരു വ്യക്തി എന്ത് ചെയ്യണം? ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഹി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വിച്ച് വൺ ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ്. അതിനനുസരിച്ച് വേണം നോക്കാൻ. ചിലപ്പോൾ ഇമെയിൽ ആയിരിക്കാം ബെറ്റർ വൺ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരിക്കാം ബെറ്റർ വൺ. അപ്പോൾ ഏതാണോ ഏറ്റവും എഫക്റ്റീവ് അത് സെലക്ട് ചെയ്യണം. അതാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എക്സാമ്പിൾസ് നോക്കുക. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാട്ടോ. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, വെബ്സൈറ്റുകളുടെ യൂട്യൂബ്, വേർഡ് പ്രസ്, ഇൻസ്റ്റാഗ്രാം, എവറിത്തിങ് ഈസ് യൂസ്ഡ് ഫോർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. സ്കൈപ്പ് എല്ലാം നമുക്കതിൽ പറയാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, what are the factors of effective verbal communication skill? How to improve our communication skill? What are the things we can improve our communication skill? എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചാലാണ് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാം?
എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആൻഡ് ഫസ്റ്റ് വൺ ഈസ് wide reading. Wide reading of books, journals, newspapers that help to improve our vocabulary and also help to our ideas more clearly when we communicate with others. അല്ലേ, നമ്മൾ ഒരുപാട് വായിക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനും കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറയാനും നല്ല നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യാനും പറ്റും. ഒരുപാട് വായിക്കുന്ന പല പ്രാസംഗികരെയും നോക്കിയാൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ നോക്കിയാൽ അവർക്ക് ഒരുപാട് സ്റ്റോറീസ്, ഒരുപാട് കാര്യങ്ങൾ വായിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പോൾ വൈഡ് റീഡിങ്, നിങ്ങൾ ആരെങ്കിലും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായി വായിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്ററായിട്ട് മാറാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, preparation. Prepare very well before any presentation. ഒരു ബിസിനസ് വേൾഡിൽ എപ്പോഴും എന്തുണ്ടാവും? പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യാനുണ്ടായിരിക്കും, ഒരുപാട് കോൺഫറൻസുകൾ ഉണ്ടാവും, സ്റ്റാഫുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടാവും. സോ എപ്പോഴും എന്ത് ചെയ്യണം? പ്രിപ്പയർ വെൽ ഇൻ അഡ്വാൻസ് ബിഫോർ എനി പ്രസൻറ്റേഷൻ. ട്രൈ ടു പ്രസൻറ്റ് എവറിത്തിങ് ഇൻ എ ഡിഫറെൻറ്റ് വേ ഓർ മോർ ഇൻട്രസ്റ്റിംഗ് വേ. എപ്പോഴും ഒരു കാര്യം നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ വേയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ, ലിസൺ കെയർഫുള്ളി. ലിസണിങ് മോർ ആൻഡ് ടോക്കിംഗ് ലെസ്. ദാറ്റ് ഈസ് വെരി എഫക്റ്റീവ് ടു ഇംപ്രൂവ് അവർ കമ്മ്യൂണിക്കേഷൻ. ലിസണിങ് മോർ. എപ്പോഴും വേറൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, മറ്റേ പറയാൻ സമ്മതിക്കില്ല. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവുന്നത് ആരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഇതൊരു ബിസിനസ് വേൾഡിലല്ല, എല്ലായ്പ്പോഴും കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നത് സംസാരം കുറച്ച് കൂടുതൽ കേൾക്കുമ്പോഴാണ്. സോ ലിസണിങ് മോർ ആൻഡ് ടോക്കിംഗ് ലെസ്. നമ്മൾ സംസാരിക്കുന്നത് കുറയ്ക്കുക, കേൾക്കുന്നത് കൂട്ടുക. സോ ദാറ്റ് ഹെൽപ്പ് ടു ഇംപ്രൂവ് അവർ കമ്മ്യൂണിക്കേഷൻ. എന്താണ് മറ്റുള്ളവർ പറയുന്നത് എന്നും കൂടി കേട്ടാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ലിസൺ കെയർഫുള്ളി. ദെൻ ആൻഡ് ഓൾസോ make an eye contact with the person when we are talking. That help to show our interest. നമ്മൾ സംസാരിക്കുന്ന ആളുടെ ഒരു ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് അതിനെപ്പറ്റി നന്നായി വായിക്കുക, പ്രിപ്പയർ ചെയ്യുക. സംസാരിക്കുമ്പോൾ ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനൊക്കെ ആണെങ്കിൽ പറയുന്ന ആളും കൂടി പറയുന്നത് കേൾക്കാൻ ശ്രദ്ധിക്കുക, ഒരു ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. And next one is body language. Body language, the words we use, tone, gestures, facial expressions and the body language, that is very necessary for our effective communication. നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു സംസാരം വെറും 35% മാത്രമാണ്. അതിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് 65% നമ്മുടെ പ്രസൻറ്റേഷനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ നോക്കി നിന്ന് പോകും. എന്തുകൊണ്ടാണ്? അയാളുടെ ബോഡി ലാംഗ്വേജ്, ആക്ഷൻസ് വളരെ എഫക്റ്റീവായിരിക്കും. പലപ്പോഴും പല ആളുകൾ റോബോട്ടിനെ പോലെ നിന്ന് സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അത് അത്രത്തോളം എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇപ്പോഴും സംസാരിക്കുന്നവർ കുറച്ചും കൂടി ആക്ഷൻസും അയാളുടെ ജസ്റ്റേഴ്സും ആ സംസാരത്തിനനുസരിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു നല്ലൊരു കമ്മ്യൂണിക്കേറ്ററുടെ കൂടെ എന്ത് ചെയ്യണം? അയാളുടെ ബോഡി ലാംഗ്വേജും കൂടി വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ്. തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ്. ദാറ്റ് മീൻസ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ഹി ഓൾവേസ് തിങ്ക് അബൌട്ട് ദി ലിസണർ ഓർ ദി ഓഡിയൻസ് വൈൽ ഹി കമ്മ്യൂണിക്കേറ്റിംഗ്. That means the communication in a way that the recipient must understand what we speak. നമ്മൾ എന്താണ് സംസാരിക്കുന്നതെന്ന് ഓഡിയൻസിന് മനസ്സിലാവണം. ഇത് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും? എപ്പോഴും സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് മനസ്സിലാവണം എന്നുള്ള രീതിയിൽ സംസാരിക്കും. പലപ്പോഴും ചില ക്ലാസ്സുകളായിരിക്കാം, ചില ലെക്ചേഴ്സ്, അതുപോലെ ചില സ്ഥലത്തെ പ്രസംഗം കേട്ടാൽ ഓഡിയൻസിന് ഒന്നും മനസ്സിലാവില്ല. കാരണം പറയുന്ന ആൾക്ക് ചിലപ്പോൾ നല്ല അറിവുണ്ടാവും. ഒരിക്കലും ഒരു സംസാരം നമുക്ക് എന്ത് അറിവുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാനല്ല, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് എത്ര മനസ്സിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഓഡിയൻസിനെ കണ്ടുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. നമ്മൾ കുറേ നല്ല ടെക്നിക്കൽ ലാംഗ്വേജോ അല്ലെങ്കിൽ നമ്മളുടെ അറിവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. ഹു ഈസ് അവർ ഓഡിയൻസ്? നമ്മൾ ഓഡിയൻസ് എന്താണ് അതറിഞ്ഞുകൊണ്ട് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി ഓഡിയൻസ് ബിഫോർ വി സ്പീക്ക്.
അപ്പോൾ അതാണ് മറ്റൊന്ന്, ലിസണറുടെ, കേൾക്കുന്നവരുടെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കുക. അതായത് ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയോട് സംസാരിക്കുന്ന പോലെ ആവാൻ പറ്റില്ല ഒരു ഡിഗ്രിയിൽ പഠിക്കുന്ന കുട്ടിയോട് സംസാരിക്കുമ്പോൾ. അതുപോലെയാണ് ബിസിനസ് വേൾഡിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും ബിസിനസ്സിന്. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുന്ന പോലെയല്ല വേറൊരു മീറ്റിങ്ങിൽ. സോ തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ്. നെക്സ്റ്റ് വൺ ഈസ് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. Speaking confidence, that is a map will help to build റെസ്പെക്റ്റ് എമംഗ് ദി ഓഡിയൻസ് അല്ലേ. നമ്മൾ ഓഡിയൻസിൻ്റെ മുന്നിൽ നല്ല കോൺഫിഡൻറ്റോട് കൂടി സംസാരിച്ചാൽ, ഒരു പ്രസൻറ്റേഷനൊക്കെ നിൽക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ് പ്രസൻറ്റേഷൻ നിൽക്കുകയാണെങ്കിൽ നല്ല കോൺഫിഡൻസോട് കൂടി സംസാരിക്കുകയാണെങ്കിൽ ദാറ്റ് മേ ക്രിയേറ്റ് ദാറ്റ് മേ ക്രിയേറ്റ് എ റെസ്പെക്റ്റ് എമംഗ് അതേഴ്സ്. സോ കോൺഫിഡൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെനി ഫാക്ടേഴ്സ്. എങ്ങനെയാണ് ഒരാൾക്ക് ഒരു സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവുന്നത്? ഒന്ന്, നോളജ് അബൌട്ട് സബ്ജക്റ്റ് മാറ്റർ. സംസാരിക്കാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച് നല്ല അറിവുണ്ടെങ്കിൽ അയാൾക്ക് കോൺഫിഡൻ്റായി സംസാരിക്കാൻ പറ്റും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ടോൺ, ചില ആളുകളുടെ ശബ്ദം തന്നെ നല്ലൊരു കോൺഫിഡൻ്റ് ആയിരിക്കും. അത് ജന്മന കിട്ടുന്നതാണ് പലർക്കും. സംസാരം തന്നെ വളരെ കോൺഫിഡൻ്റായ സംസാരമായിരിക്കും ചിലർക്ക്. അതുപോലെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ എന്തിനെ, കോൺഫിഡൻസിനെ കാണിക്കുന്നതാണ്. സോ എപ്പോഴും സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുക, കാര്യം നന്നായിട്ട് പഠിച്ച് സംസാരിക്കുക. ബോഡി ലാംഗ്വേജ്, then the tone of our voice, these are the things create a confidence among others about us. Then last one is develop skills. പലപ്പോഴും പല ആളുകൾക്ക് എന്തുണ്ടാവണമെന്നില്ല, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാകണമെന്നില്ല. ദെൻ വി ക്യാൻ ക്രിയേറ്റ് ഓർ ഇംപ്രൂവ് അവർ സ്കിൽസ്. എപ്പോഴും ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ, ഒരു നല്ല സ്പീക്കർ ആവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ഹാർഡ് ടു ഇംപ്രൂവ് അവർ കമ്മ്യൂണിക്കേറ്റർ സ്കിൽ. എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം? ഇമ്പ്രൂവ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് വഴികൾ. ദർ ആർ ലോട്ട് ഓഫ് വർക്ക്ഷോപ്സ് കണ്ടക്റ്റഡ് ബൈ ട്രെയിനിങ് സെൻറ്റേഴ്സ് ആൻഡ് ട്രെയിനിങ്സ്, ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ടു ഇംപ്രൂവ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് കോഴ്സസും ട്രെയിനിങ്ങുകളും ഒക്കെ നടത്തുന്നുണ്ട്. പല ബിസിനസ്സിലും നിങ്ങൾ ജോയിൻ ചെയ്താൽ തന്നെ 1 മാസത്തോളം നമുക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ ലഭിക്കും. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കസ്റ്റമേഴ്സിനോട്, എങ്ങനെ ഒരു മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. ഇല്ലാത്തവർ പോലും, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാത്തവർക്ക് പോലും ഇത് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ബോഡി ലാംഗ്വേജിൽ മാറ്റം വരുത്താനും ഒക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ സ്വയം ഒന്ന് ട്രൈ ചെയ്താൽ പോലും വി ക്യാൻ ഇമ്പ്രൂവ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സോ these are the factors of effective verbal communication skills. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെ എടുത്ത ഏരിയാസ് മനസ്സിലായി എന്ന് വിചാരിക്കും. ഇന്ന് എടുത്തത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിൽ പല ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു.